എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ വിവിധ സേനാ വിഭാഗങ്ങളിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സാണ് ഇത്തവണ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. സബ് ഇൻസ്പെക്ടർ ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ, ഹെഡ് കോൺസ്റ്റബിൾ ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ, കോൺസ്റ്റബിൾ ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വനിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 14/12/2024 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയാണ് സബ് ഇൻസ്പെക്ടർ ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ശമ്പള സ്കെയിലായി വരുന്നത്. ഹെഡ് കോൺസ്റ്റബിൾ ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ശമ്പള സ്കെയിൽ വരുന്നത് 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ്. കോൺസ്റ്റബിൾ ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ശമ്പള സ്കെയിലായി വരുന്നത് 21,700 രൂപ മുതൽ 69,100 രൂപ വരെയാണ്. 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കും 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ ഉള്ളവർക്ക് കോൺസ്റ്റബിൾ തസ്തികയിലേക്കും അപേക്ഷിക്കാം. SC, ST, OBC, എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC, ST കാറ്റഗറിക്ക് 5 വർഷവും OBC കാറ്റഗറിക്ക് 3 വർഷവുമാണ് ഇളവ് ലഭിക്കുന്നത്. എക്സ് സർവീസ്മാൻ കാറ്റഗറിയിൽ ജനറൽ വിഭാഗത്തിന് 3 വർഷം, OBCക്ക് 6 വർഷം, SC, STക്ക് 8 വർഷവുമാണ് ഇളവ് ലഭിക്കുന്നത്. സബ് ഇൻസ്പെക്ടർ ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ BE ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഹെഡ് കോൺസ്റ്റബിൾ ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത +2 സയൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ 10ാം ക്ലാസ്സും കൂടാതെ 3 വർഷത്തെ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. ഡിപ്ലോമ ഇലക്ട്രോണിക്സിലോ കമ്മ്യൂണിക്കേഷനിലോ കമ്പ്യൂട്ടർ സയൻസിലോ ആയിരിക്കണം. 10ാം ക്ലാസ് പാസ്സായവർക്ക് കോൺസ്റ്റബിൾ ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. സബ് ഇൻസ്പെക്ടർ ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഫീസായി വരുന്നത് 200 രൂപയാണ്. ഹെഡ് കോൺസ്റ്റബിളിനും ഫീസായി വരുന്നത് 100 രൂപയാണ്. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. ജനറൽ, EWS, OBC കാറ്റഗറിക്ക് ഫീസ് അടയ്ക്കണം. SC, ST, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസില്ല. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ http.recruitment.itbpolice.nic.in വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെയും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ കുറഞ്ഞത് 10 വർഷം ഫോഴ്സിൽ സേവനമനുഷ്ഠിക്കണം. ഭിന്നശേഷിക്കാർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ബേസിക് ട്രെയിനിങ്ങും മറ്റ് കോഴ്സസും സമയാസമയങ്ങളിൽ ലഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് www.recruitment.itbpolice.nic.in ആണ്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 14/12/2024 ആണ്. കേന്ദ്ര സർക്കാരിന് കീഴിൽ വിവിധ സേനാ വിഭാഗങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.